ഹായ്, മൺട്രോ ഐലൻഡ്, മലയാളത്തിൽ മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന മനോഹരമായ പച്ചക്കാടിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു ചെറിയ ടൂറിസം സ്പേസ് ആണ് ഈ മൺട്രോ തുരുത്ത്. വടക്കുവശവും കിഴക്കുവശവും കല്ലടയാറും, തെക്കുവശവും പടിഞ്ഞാറ് വശവും അഷ്ടമുടി കായലിനകത്തും ചുറ്റപ്പെട്ട് നടുക്ക് കിടക്കുന്ന ചെറിയ തുരുത്തുകളും ഇടകനാലുകൾ പോലെ കണ്ടൽ കാടിന്റെ വിസ്മയം എന്ന് പറയുന്ന കല്ലടയാറും അഷ്ടമുടി കായലും തിമിർന്ന് ഒരുമിച്ച് ലയിച്ചോടുന്ന ആ ലക്ഷ്മി റാണി ഭായി തിരുവിതാംകൂർ റാണിയായിരുന്ന സമയത്താണ് കേണൽ മൺട്രോ, അദ്ദേഹം ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ തുരുത്തിന്റെയും ഇടയിൽപ്പെട്ട ഈ തുരുത്തിൽ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കനാലുകൾ കല്ലടയാറും അഷ്ടമുടി കായലുമായിട്ട് വെട്ടി അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകുന്നതിനാണ് തുരുത്ത്. ഈ കാണുന്ന പ്രകൃതി രമണീയമായ ഈ മൺട്രോ ഐലൻഡിൽ നിരവധി പേർ, ആയിരക്കണക്കിന് പേർ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട്. ചിലപ്പോൾ അതൊരു 10,000 വിശേഷ ദിവസങ്ങളിൽ. അപ്പൊ എത്ര കണ്ടാലും മനോഹരമായി രസിക്കുന്ന, കണ്ടാലും മതി വരാത്ത ഒരു തുരുത്താണ്. വന്നവർ വീണ്ടും വരാൻ ആകർഷിക്കുന്ന ഒരു പച്ചത്തുരുത്തിന്റെ ശക്തി. അതാണ് ഈ മൺട്രോ ഐലൻഡ്. അപ്പൊ കേണൽ മൺട്രോ സാഹിബിന്റെ പാദസ്പർശനമേറ്റ മണ്ണാണ് ഈ മൺട്രോ ഐലൻഡ്. അപ്പൊ ഈ മൺട്രോ ഐലൻഡിൽ ഏറ്റവും കൂടുതൽ കണ്ടു രസിക്കുവാൻ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് മോർണിംഗ്, 2 ഈവനിങ്. 2 ടൈമിൽ വരുമ്പോൾ ഈ ഓപ്പൺ ചെറിയ വള്ളങ്ങൾ, ഈ നിൽക്കുന്ന പ്രദേശത്ത് വന്നിരിക്കുന്നില്ല, ഈ ഓപ്പൺ വള്ളങ്ങളിലൂടെ വരുമ്പോഴാണ് ചെറിയ ബ്രിഡ്ജുകൾ വഴി തുരുത്ത് കുനിഞ്ഞ് ഇതേപോലുള്ള കണ്ടൽക്കാന്റെ വിസ്മയത്തിലൂടെ എല്ലാം വന്ന് മനോഹരമായി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ട്രിപ്പ് ഒരു ബോട്ട് എടുത്ത് നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായിരിക്കും. അതാണ് ഈ മൺട്രോ തുരുത്തിന്റെ കണ്ടൽക്കാടുകളുടെ വിസ്മയം.